മുൻ KPCC പ്രസിഡന്റും കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമൊക്കെയായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ചില വിമർശനങ്ങൾ ഇപ്പോൾ കാറ്റായി കോൺഗ്രസിനെ ചുറ്റുന്നുണ്ട്. പ്രമുഖ മാധ്യമത്തിനോട് മനസ്സ് തുറന്ന മുല്ലപ്പള്ളി പല നേതാക്കന്മാരെയും എടുത്തു കുടയുന്നുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷമുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശക്തമായി തുറന്നടിക്കുകയാണ്. മുല്ലപ്പള്ളിയെ സംബന്ധിച്ച് ഇനിയൊന്നും നഷ്ടപ്പെടാനില്ല. കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ലഭിക്കാനുള്ളതെല്ലാം മുല്ലപ്പള്ളിക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി കോൺഗ്രസിനുള്ളിലെ അപജയങ്ങൾ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യമായിരിക്കാം മുല്ലപ്പള്ളിയെ നയിക്കുന്നത്. കോൺഗ്രസിന്റെ പാർട്ടി സംവിധാനം താഴെത്തട്ടിൽ അതീവ ദുർബലമാണ് എന്നായിരുന്നു വിമർശനങ്ങളിൽ മുഖ്യമായി ചൂണ്ടിക്കാട്ടിയത്. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കോൺഗ്രസിന് മുന്നിലുള്ള പ്രധാന അജണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കാണണമെന്ന ഉപദേശമാണ് മുല്ലപ്പള്ളി നേതാക്കന്മാർക്ക് നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ അത് അണികളിൽ നിരാശയുണ്ടാക്കുമെന്നും മുല്ലപ്പള്ളി ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിരുന്നു താൻ ശ്രമിച്ചത് എന്നും അതായിരുന്നു തന്റെ ദൗർബല്യമെന്ന പരാതിയും മുല്ലപ്പള്ളിക്കുണ്ട്. പുനഃസംഘടന ഗുണപരമായ മാറ്റമാകണം എന്ന അഭിപ്രായമാണ് മുല്ലപ്പള്ളി മുന്നോട്ട് വെച്ചത്. കോൺഗ്രസിനുള്ളിലെ ആധുനിക ഗ്രൂപ്പ് കളിയെയും ആ നേതാവ് വിമർശിക്കുന്നു. മുൻപ് കോൺഗ്രസിനകത്ത് 2 ഗ്രൂപ്പുകളായിരുന്നു എങ്കിൽ ഇപ്പോൾ 4ഉം 5ഉം ഒക്കെയായി. ഓരോ ഗ്രൂപ്പിലും ഇന്ന് കാണുന്ന നേതാക്കളെ അല്ല നാളെ കാണുന്നത്. കഷ്ടപ്പാടും പ്രയാസവും ഒന്നും അനുഭവിച്ചല്ല ഇവരൊക്കെ വന്നത് എന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കുന്നു. തണലായിട്ടും നിഴലായിട്ടും വാലായിട്ടും ഒക്കെ വന്നവരാണ് ഇവരിൽ പലരും. അതിന്റെ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന് വലിയൊരു വിഭാഗത്തെ നഷ്ടപ്പെടുന്നുണ്ട് എന്നും മുല്ലപ്പള്ളി കൂട്ടിച്ചേർക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പാർട്ടി തന്നെ ബലിമൃഗമായി എന്ന പരാതിയും മുല്ലപ്പള്ളി ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് 4 മാസം മുൻപ് ഉമ്മൻചാണ്ടിയെ ചെയർമാനാക്കി AICC രൂപീകരിച്ച കമ്മിറ്റിയിൽ താൻ 6-മനോ 7-മനോ ആയിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് തന്റെ നേതൃത്വത്തിൽ ആയിരുന്നില്ല നടന്നത് എന്നും ചൂണ്ടിക്കാട്ടിയ നേതാവ് പരാജയം കൂട്ടുത്തരവാദിത്തമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ നൽകുന്നു. ലോക്സഭയിൽ വിജയിച്ചപ്പോൾ തന്റെ വിജയമാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നെ ആരും അന്ന് അനുമോദിച്ചിരുന്നില്ല. തന്റെ പകരക്കാരനായി KPCC അധ്യക്ഷനാക്കിയത് ആരെയാണ്? രാജിവെക്കും മുൻപ് ശ്വാസം വിടാനുള്ള സമയം പോലും തനിക്ക് കിട്ടിയില്ല. കോവിഡ് കാലത്ത് രാവിലെ 7:30 ഇന്ദിരാഭവനിൽ എത്തുമായിരുന്നുവെന്നും ആത്മാർത്ഥമായി പ്രവർത്തിച്ച തനിക്ക് പ്രതീക്ഷിച്ച പരിഗണന ലഭിച്ചില്ല എന്നൊക്കെ മുല്ലപ്പള്ളി പരാതിയായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാഗൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.